ഞാനിപ്പോൾ ശ്രീ പി കെ ഗോപൻ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം വളരെ ഇതുണ്ട്. അതായത് പത്മകുമാറും ഇതിൽ പ്രതിയായിട്ടുള്ള വാസുവും പറയാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാനടക്കാലത്ത് CPM പല ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു. അതിൽ നിന്ന് പിന്മാറി എന്നുള്ളത് മനസ്സിലാക്കും. അതായത് ചെമ്പാണ്, അപ്പോൾ സ്വർണ്ണമോഷണം നടന്നിട്ടില്ല എന്നൊരു, അപ്പോൾ കേസിന് അടിസ്ഥാനം ഇല്ലാതാക്കുന്ന രീതിയിലൊരു വാദം കൊണ്ടുവന്നിരുന്നു. അത് ജാമ്യാപേക്ഷയുടെ ഭാഗമായിട്ട് വാസുവിൻ്റെ അഭിഭാഷകൻ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. കോടതിയെ സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി അവിടെ മോഷണം നടത്തണം, അത് 2019 പിന്നോട്ടേക്ക് പോകണം, പ്രയാർ ഗോപാലകൃഷ്ണ കാലം അന്വേഷിക്കണം, അത് നല്ല കാര്യമാണ്. കാര്യം ഇതിൻ്റെ ഈ ആംബിറ്റിൽ പെടുന്ന എല്ലാ ആൾക്കാരും അന്വേഷിക്കണം. കാര്യം അവിടെ നിന്നുള്ള കൊള്ള, അത് പൊതുസ്വത്തിൻ്റെ കൊള്ളയാണ്, ദേവസ്വത്തിൻ്റെയാണെന്ന് പറയുമ്പോൾ ആ കൊള്ള ഏത് കാലഘട്ടത്തിലാണ് അന്വേഷിക്കണം, അങ്ങനെ ആ രീതിയിൽ വ്യാപിപ്പിക്കണം, പിന്നോട്ട് പോകണമെങ്കിൽ പിന്നോട്ട് പോകണം. പക്ഷേ അവിടെ മോഷണം നടന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതായി. രണ്ടാമതൊരു കാര്യം, ചന്ദ്രശേഖർ ഒരു CBI അന്വേഷണത്തിന് വേണ്ടി കോടതി മുമ്പാകെ പോയിട്ടുണ്ട്. കോടതിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, CBI അന്വേഷണം വരും. ഇതിൻ്റെ അകത്തൊരു പുതിയ നെഗറ്റീവ് ശ്രദ്ധിക്കണം. അതിൽ VR അനു പറഞ്ഞൊരു കാര്യം, ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു. അത് BJP സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു വിശ്വാസ പ്രശ്നമാണ്, അവർ ഉപയോഗിക്കുകയും ചെയ്യും. അവർക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടില്ല എന്നുകൊണ്ട് അത് കോൺഗ്രസിലേക്കാണ് പോകുന്നതാണ് BJP സമരം അത് വലിയ തോതിൽ ഇറങ്ങാൻ പറ്റാത്ത വിഷയം നിൽക്കുന്നത്. സോണിയാഗാന്ധി ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഈ നെഗറ്റീവ് മാറ്റും. BJP ബന്ധപ്പെട്ടൊരു കാര്യം കൂടി കാണാൻ പറ്റും. ഈ CBI കടന്നു വരാനും CBIയുടെ താല്പര്യം എന്തായിരിക്കും? കേരള സർക്കാരായിരിക്കില്ല സോണിയാഗാന്ധി ടാർഗറ്റ് ചെയ്യാമെന്നായിരിക്കാൻ സാധ്യതയുണ്ട്. CBI ചന്ദ്രശേഖറും CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോണിയാഗാന്ധിയിലേക്ക് കൊണ്ടുവന്ന് ഈ നരേറ്റീവിടെ വേറെ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്താൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, CBIക്ക് അതിൻ്റെ അകത്ത് ആ നിലയ്ക്ക് ഒരു നീക്കം നടത്താൻ പറ്റും. അത് കോൺഗ്രസിനെയും സോണിയാഗാന്ധിനെയൊക്കെ ആ നിലയ്ക്ക് ഒരു വാർത്താ പിക്ചറിൽ കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല കേന്ദ്രത്തിന് സ്വാഭാവികമായിട്ടും അതിനോടൊരു താല്പര്യം കാണും. മറുഭാഗത്ത് ഈ കുറ്റം ചെയ്ത ആൾക്കാർക്ക് വേറെ ഒരു റിലീഫും കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കാര്യം അന്വേഷണം വഴിമാറപ്പോണ്ട് മുമ്പ് എനിക്ക് NIA ഒരു ഇൻവെസ്റ്റിഗേഷൻ പണ്ട് കൊണ്ടുവന്ന പോലെ CBIയിൽ ക്ഷണിച്ച് വരുത്തിക്കൊണ്ട് CBIയിലേക്ക് കൊണ്ടുവന്ന് ഒരുപക്ഷെ കോടതി നിരീക്ഷണം SITയുടെ അന്വേഷണം എല്ലാവരും ഇവിടുത്തെ രണ്ടുപേരും അംഗീകരിക്കുന്ന, രണ്ട് പാനൽ പ്രതിനിധികൾ അംഗീകരിക്കുന്ന പോലെ വിശ്വാസപൂർവ്വം നടക്കുമ്പോൾ CBI കടന്നു വരാനുള്ള താല്പര്യം വരുന്നതിന് പിന്നിൽ ഈ കേസ് തന്നെ ഒരുപക്ഷെ നമുക്കറിയാം. CBI കേസുകളൊക്കെ ആ രീതിയിൽ വിജയിച്ചുള്ള കേസുകളൊന്നും പലതും അതൊക്കെ തന്നെ പല CBI പല കേസുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല നമുക്കറിയാം. കോടതിയിൽ പോലും വാദം ഉന്നയിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരെ CBI കേസ് ഉണ്ടായിട്ടും. അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ അകത്ത് ഈ വേറൊരു ദുരൂഹതയിലേക്കാണോ ഈ സോണിയാഗാന്ധിയെ കടത്തി വരുക എന്നുള്ളത് ആലോചിക്കണം. ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് വേറൊരു ആഖ്യാനം സൃഷ്ടിക്കുന്ന വഴി BJP കൂടുതൽ സ്പേസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി ആലോചിക്കേണ്ടി വരും. കാരണം നെഗറ്റീവിൻ്റെ പോക്ക് ആ നിലയിലാണ്. കാര്യം സ്വർണ്ണക്കൊള്ള എന്ന വിഷയം രാഷ്ട്രീയമായി വിഷയമാക്കി മാറ്റിക്കൊണ്ട് വരെ തെരഞ്ഞെടുപ്പോഴാകുമ്പോഴേക്കും BJP കുറച്ചും കൂടി സ്പേസ് കിട്ടുന്ന രീതിയിൽ CBI ഉൾപ്പെടുന്ന രീതിയിൽ സംഭവത്തിൻ്റെ സ്വഭാവം മാറ്റുന്ന രീതിയിൽ നെഗറ്റീവ് മാറുന്നുണ്ടോ എന്ന കാര്യം കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട്. കാരണം അതല്ല ഇവിടുത്തെ വസ്തുത. ഇവിടെ വസ്തുത എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് സ്വർണ്ണമോഷമാണ്. അത് എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു, ആര് നടത്തി, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരെ തുടങ്ങിയ വിഷയങ്ങളാണല്ലോ നമ്മുടെ പ്രസക്തമായ വിഷയം, നരേറ്റീവ് അല്ല. പക്ഷേ ഈ നരേറ്റീവ് മിൻറ്റിയും എന്തിന് ഈ സ്പിൻ ചെയ്യപ്പെടും. വരാൻ പോണ 3 മാസം നിർണായകമാണ് തെരഞ്ഞെടുപ്പായി ബന്ധം. കാര്യം തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമാണെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പും വിഷയമായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് മുഖ്യമന്ത്രി ചിലയിടത്ത് ബാധിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ കൂടി മുഖ്യമന്ത്രി പോലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു കേരളത്തിന് ഇനി ഒരു ഏതൊരു ആഘാതമുണ്ട്. അപ്പോൾ ഇത്തരമൊരു നെഗറ്റീവിലേക്ക് പോകുമ്പോൾ സോണിയാഗാന്ധി കേന്ദ്രീകരിച്ച് ഇത് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ സോണിയാഗാന്ധിയെ ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരാണ് സോണിയാഗാന്ധി പരിചയപ്പെടുത്തി കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാക്കാൻ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ലാർജർ നെഗറ്റീവിൽ കേന്ദ്രത്തിനും ഇടപെടാനുള്ള സ്പേസിലേക്ക് വികസിക്കുകയാണെന്നുള്ളത് വളരെ ദുരൂഹമായ ഒരു നെഗറ്റീവിലേക്ക് പോകുന്നതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, പ്രത്യേകിച്ചും തങ്ങൾക്ക് അനുമതി ലഭിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഹർജിക്ക് മറുപടിയായി CBI തന്നെ സത്യവാങ്മൂലം നൽകിയിരിക്കെ ഈ കേസിൻ്റെ ഗതി അങ്ങോട്ടാണ് തിരിയുന്നതെന്ന് വ്യക്തമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.